ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. വീണ്ടും പുതിയൊരു ദിനത്തിനായിട്ട് ദൈവത്തിന് നന്ദി പറയാം. നമ്മൾ ഇന്നേ ദിവസം ചിന്തിക്കുന്നത് വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 24-ാം അധ്യായത്തിൻ്റെ 13 മുതലുള്ള വാക്യങ്ങളാണ്. എമ്മൗസിലേക്ക് പോയ 2 ശിഷ്യന്മാരെക്കുറിച്ചാണ് അവിടെ പ്രതിപാദിക്കുന്നത്. ഈശോയുടെ മരണത്തിന് ശേഷം, തൻ്റെ ഉത്ഥാനത്തിന് ശേഷം തൻ്റെ പ്രിയപ്പെട്ട ശിഷ്യന്മാരെല്ലാം ഇങ്ങനെ ചിതറിക്കപ്പെട്ട സമയത്തിലാണ് അവരിൽ രണ്ടുപേര് എമ്മൗസ് എന്ന ഗ്രാമത്തിലേക്ക്, ജെറുസലേമിൽ നിന്ന് എമ്മൗസ് എന്ന ഗ്രാമത്തിലേക്ക് യാത്ര ചെയ്യുന്നത്. അപ്പോൾ അവരുടെ യാത്രാമധ്യേ ഉദ്ധിതനായവൻ അവരുടെ കൂടെ കൂടുന്നുണ്ട്. അവരോടൊപ്പം ആ ദിവസങ്ങളിൽ സംഭവിച്ച കാര്യങ്ങളൊക്കെ പരസ്പരം സംസാരിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. പക്ഷേ എന്നിട്ടും അവരുടെ കൂടെ നടന്നവനെ തിരിച്ചറിയുവാൻ അവർക്ക് സാധിച്ചില്ല. അവരുടെ കണ്ണുകൾ മൂടപ്പെട്ടിരുന്നു എന്നാണ് വചനത്തിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. അങ്ങനെ അവർ ആ ദിവസങ്ങളിൽ നടന്ന കാര്യങ്ങളെക്കുറിച്ചൊക്കെ വളരെ തീക്ഷ്ണമായിട്ട് സംസാരിച്ച്, ഇതൊന്നും അറിയാത്ത ഒരുവനാണോ നീ എന്ന് ഈശോയോട് ചോദിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷേ ആ യാത്രാമധ്യയിൽ അവർ എമ്മൗസിലെത്തിയപ്പോൾ അവർ യാത്രാമധ്യേ അവിടെ വിശ്രമിക്കാനായി കയറിയ ഭവനത്തിൽ അവരൊരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ഈശോ അപ്പമെടുത്ത് മുറിച്ച് ആശീർവദിച്ച് അവർക്ക് കൊടുത്തു. അത് സ്വീകരിച്ച മാത്രയിൽ അവരുടെ കണ്ണുകൾ തുറക്കപ്പെട്ടു. ക്ഷണനേരം കൊണ്ട് അവിടുന്ന് അപ്രത്യക്ഷനാവുകയും ചെയ്തു. അപ്പോൾ അവർ പറയുകയായിരുന്നു, അവൻ നമ്മുടെ കൂടെ നടന്ന് വചനങ്ങൾ വ്യാഖ്യാനിച്ചു തന്നപ്പോൾ നമ്മുടെ ഹൃദയങ്ങൾ ജ്വലിച്ചിരുന്നില്ല എന്ന്. അവർ അവിടെ നിന്ന് തിരികെ ജെറുസലേമിലേക്ക് വരികയാണ്. ഒന്ന് ചിന്തിച്ചു നോക്കേ, എപ്പോഴാണ് അവരുടെ മൂടപ്പെട്ട കണ്ണുകൾ തുറക്കപ്പെട്ടത്? അപ്പം മുറിച്ച് അവൻ അവർക്ക് ആശീർവദിച്ചു കൊടുത്തപ്പോഴാണ്. അതെ, പരിശുദ്ധ കുർബാന എപ്പോഴും നമ്മുടെ അടയ്ക്കപ്പെട്ടതിനെ തുറക്കുവാനുള്ളതാണ്. മൂടപ്പെട്ടതൊക്കെ തുറക്കുവാനുള്ളതാണ്. അന്ധകമായതൊക്കെ പ്രകാശമാകാനായിട്ടുള്ളതാണ്. അതുകൊണ്ട് പരിശുദ്ധ കുർബാനയെ സമീപിക്കുമ്പോൾ നമുക്കും നമ്മുടെ ജീവിതത്തിലും ഇരുളടഞ്ഞ ജീവിത യാത്രകളുണ്ടാകാം, ജീവിതത്തിൻ്റെ പ്രതിസന്ധികളുണ്ടാകാം. പക്ഷേ അവിടെയൊക്കെ പ്രകാശമായി മാറാൻ, കണ്ണ് മൂടപ്പെട്ട അവസ്ഥയിൽ നിന്ന് പ്രകാശത്തിലേക്ക് നയിക്കപ്പെടുവാനായിട്ട് പരിശുദ്ധ കുർബാനയിൽ ആശ്രയിക്കാം. അനുദിനമുള്ള പരിശുദ്ധ കുർബാനയുടെ സ്വീകരണം നമ്മുടെ ജീവിതങ്ങളെ കൂടുതൽ പ്രകാശപൂർണ്ണമാകട്ടെ. അവനോടൊപ്പം യാത്ര ചെയ്യാൻ, അവനുവേണ്ടി ജീവിക്കുവാൻ നമ്മളെ സഹായിക്കട്ടെ. അങ്ങനെ നാം ഓരോരുത്തരും അവൻ്റേതായി തീരുവാനിടയാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ആമേൻ.